ഫ്രണ്ട്സ് ടെക്നിക്കിന് മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോൺ അല്ല, മറിച്ച് ഒരു ആക്സസറിയാണ്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോൻ്റെ പവർ ബാങ്ക് ആണ്. അപ്പോൾ ഒരു പുതിയ പവർ ബാങ്കാണ് ഓപ്പോ അനൗൺസ് ചെയ്തത് ഇന്ത്യയിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വൂക്ക് ഫ്ലാഷ് ചാർജ് പവർ ബാങ്കാണ്. അപ്പോൾ നമുക്കറിയാം ഓപ്പോൻ്റെ പ്രൊപ്രൈറ്ററി ചാർജിങ് ടെക്നോളജിയാണ് വൂക്ക് ചാർജിങ്. നമ്മൾ വൂക്ക് ചാർജിങ് ഓപ്പോൻ്റെ മാത്രമല്ല റിയൽമി സ്മാർട്ട് ഫോൺസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ വൂക്ക് ചാർജിങ്, പിന്നെ വൺപ്ലസിൻ്റെ ഡാഷ് ചാർജിങ്, അതായത് 20 വാട്ട് ഡാഷ് ചാർജിങ്ങും വൂക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ് ആക്ച്വലി. അപ്പോൾ വൂക്ക് ചാർജിങ് എന്ന് പറഞ്ഞാൽ റിയൽമി, ഓപ്പോ, വൺപ്ലസ് ഈ 3 സ്മാർട്ട് ഫോൺസിലും കോമ്പാറ്റബിൾ ആണ് വൂക്ക് ചാർജിങ്. അപ്പോൾ വൂക്ക് ചാർജിങ് എനേബിൾ ചെയ്ത് ഒരു പവർ ബാങ്കാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വില 1500 രൂപയാണ്. ഇത് പുതിയതായി അനൗൺസ് ചെയ്താണ്. ഇത് ആക്ച്വലി ആമസോണിലാണ് അവൈലബിൾ ആവുന്നത്, പക്ഷേ ഇപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. എങ്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓപ്പോ വൂക്ക് ചാർജിങ് എഴുതി കാണാം. പിന്നെ ഇത് പവർ ബാങ്കിൻ്റെ പടവും കാണാം. ബാക്ക് പാനലിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ഇൻപുട്ട് ടൈപ്പ് സി ആണ്, അത് ടൈപ്പ് സി കേബിൾ വെച്ചാണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഔട്ട്പുട്ട് സാധാരണ ടൈപ്പ് എ പോർട്ടാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് മാക്സിമം റേറ്റഡ് കപ്പാസിറ്റി 6200 mAh ആണ്. പിന്നെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് 4 ആംപിയർ മാക്സിമം ആണ്, അല്ലെങ്കിൽ 10 വോൾട്ട് 2 ആംപിയർ മാക്സിമം ആണ്. അതായത് 20 വാട്ട് ചാർജിങ് ആണ്. അല്ലെങ്കിൽ സാധാരണ ഫോൺസ് ആണെങ്കിൽ 5 വോൾട്ട് 2 ആംപിയർ, അതായത് 10 വാട്ട് ചാർജിങ് ആണ്. അപ്പോൾ ഈ രണ്ട് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അല്ല ഇതിനകത്ത്. അപ്പോൾ പ്രൊപ്രൈറ്ററി ചാർജിങ് ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പോ, റിയൽമി, വൺപ്ലസ് ഡിവൈസസിലായിരിക്കും കോമ്പാറ്റബിൾ ആവുക. സാധാരണ ഡിവൈസസിൽ വെറും ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്ത പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ ഡിവൈസസും നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും, കാരണം 10 വോൾട്ട് ചാർജിങ് ഉണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നത് വൂക്ക് ചാർജറാണ്. അപ്പോൾ ഇതാണ് വൂക്ക് ചാർജർ. ഇതൊരു മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ നമുക്കൊരു പവർ ബട്ടൺ കാണാം ഇവിടെ. പവർ ഓൺ ചെയ്യാനുള്ള ബട്ടനാണ്. പവർ ഓൺ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇവിടെ LED നോട്ടിഫിക്കേഷൻസ് കാണാം. അതായത് എത്ര ചാർജ് ഉണ്ട് എന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ കാണാം. നമുക്കവിടെ ഫുൾ കപ്പാസിറ്റിയിലാണ്, അതിനുള്ള ബട്ടനാണിത്. അപ്പോൾ നമുക്ക് സൈഡിൽ കാണാം നല്ലൊരു ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കർവ്ഡ് ഫിനിഷിംഗ് ആണ് എല്ലാ പാനലിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ USB ടൈപ്പ് സി പോർട്ടും ടൈപ്പ് എ പോർട്ടും ആണ്. ടൈപ്പ് സി പോർട്ട് ചാർജിങ്ങിനാണ്, ടൈപ്പ് എ പോർട്ട് ഫോൺസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ കളർ കാണാം, അത് ഓപ്പോൻ്റെ പ്രൊപ്രൈറ്ററി വൂക്ക് ചാർജിങ്ങിൻ്റെ കളറാണ്. അപ്പോൾ കേബിളും സാധാരണ എനിക്ക് ഓപ്പോൻ്റെ ഡിവൈസ് വൂക്ക് ചാർജിങ്ങുള്ള ഡിവൈസ് എടുത്ത് നോക്കി കാണാം ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ഗുണം എന്താ വെച്ചാൽ ഇന്നും ഔട്ടും വൂക്ക് ചാർജിങ് സപ്പോർട്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരു വൂക്ക് ചാർജർ ഉണ്ടെങ്കിൽ, 20 വാട്ട് വൂക്ക് ചാർജർ ഉണ്ടെങ്കിൽ ഈ പവർ ബാങ്കിനെ ഫാസ്റ്റ് ചാർജ് ചെയ്യാം, അതായത് 20 വാട്ട് വെച്ച് ചാർജ് ചെയ്യാം. പിന്നെ നമുക്ക് ഓപ്പോ ഡിവൈസിലുള്ള വൂക്ക് ചാർജിങ് സപ്പോർട്ടഡ് ആയ ഡിവൈസിൽ ഈ ചാർജർ വെച്ച് 20 വാട്ട് ചാർജിങ്ങും ചെയ്യും. അപ്പോൾ ബോത്ത് വേസ് ആണ്, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും 20 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചാർജറാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ്, മെറ്റൽ കൺസ്ട്രക്ഷനാണ്, നല്ലൊരു സോളിഡ് കൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബോക്സിൽ വരുന്നത് വൂക്ക് ചാർജ് പവർ ബാങ്കിൻ്റെ മാനുവലാണ്, യൂസർ മാനുവലാണ്. കാര്യമായ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജും അങ്ങനത്തെ കാര്യങ്ങളും വാറണ്ടി ഇൻഫർമേഷൻ എല്ലാം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഒരു കേബിളാണ്, ചാർജിങ് കേബിളാണ്. അപ്പോൾ ചാർജിങ് കേബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വൂക്ക് സപ്പോർട്ട് ചെയ്യുന്ന കേബിളാണ്. കാരണം നിങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ കളർ കാണാം, അത് തന്നെയാണ് വൂക്കിൻ്റെ പ്രത്യേകത. വൂക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന കേബിളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേബിൾ വെച്ച് തന്നെ ചാർജ് ചെയ്യാം, വേറെ കേബിളിൻ്റെ ആവശ്യം വരുന്നില്ല. ഫോൺസ് ചാർജ് ചെയ്യണമെങ്കിൽ ഈ കേബിൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതൊരു കാര്യമായി കൊടുത്തിട്ടുള്ളൊരു കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വൺപ്ലസ് ഡിവൈസാണ്. അപ്പോൾ നമുക്ക് വൺപ്ലസ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും നോക്കാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ചാർജിങ് സ്റ്റാർട്ടായി എന്ന് കാണാം. അപ്പോൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഐക്കണിലേക്ക് മാറുന്നുണ്ട്. സാധാരണ ചാർജിങ് എന്ന് പറഞ്ഞാൽ ബാറ്ററീൻ്റെ ഒരു ഐക്കണാണ് വരിക. ഫാസ്റ്റ് ചാർജിങ് വരുമ്പോഴാണ് ഈ ഐക്കൺ വരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാം വൂക്ക് ചാർജർ വെച്ച് നമുക്ക് വൺപ്ലസ് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. വൺപ്ലസ് ഡിവൈസസ് ഡാഷ് ചാർജിങ്ങോ അല്ലെങ്കിൽ വാപ്പ് ചാർജിങ്ങോ സപ്പോർട്ടഡ് ഡിവൈസിൽ നമുക്ക് ഈ വൂക്ക് ചാർജർ വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ വൺപ്ലസ് 70 ആണ്. 70 ആക്ച്വലി ഫാസ്റ്റായി ചാർജ് ചെയ്യാൻ സാധിക്കും വൂക്ക് ചാർജർ വെച്ച്. അപ്പോൾ ഇത് നല്ലൊരു പവർഫുൾ ചാർജറാണ്. കാരണം പ്രൈസിങ് വൈസ് കുറച്ചധികമാണ്. കാരണം ഷവമീൻ്റെ ചാർജറൊക്കെ നോക്കുകയാണെങ്കിൽ 9999 ഒക്കെ കിട്ടും നമുക്ക്. പക്ഷേ ഇത് 1500 രൂപയാണ്. അപ്പോൾ കുറച്ചൊരു കോസ്റ്റ്ലിയാണ് സാധാരണ പവർ ബാങ്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നമുക്കൊരു ഓപ്പോ, റിയൽമി അല്ലെങ്കിൽ വൺപ്ലസ് ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു പവർ ബാങ്കായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയ ഡിവൈസസിൽ ഇത് നല്ലോണം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്.
അപ്പോൾ ഇതായിരുന്നു വൂക്ക് ചാർജറിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഇതാണ് ചാർജർ, നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ആമസോണിലാണ് അവൈലബിൾ ആവുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ആസ് ഓഫ് നൗ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, പക്ഷേ നിങ്ങൾക്ക് സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മേടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു വൂക്ക് പവർ ബാങ്കിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.